കറക്റ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് വന്നത് കേട്ടോ. ഒരു ആഴ്ചയ്ക്ക് വേണ്ടി ഏകദേശം ഫുൾ സോങ് സെറ്റ് ആക്കി എടുത്തിരുന്നു. സോങ് എന്തായാലും ലാസ്റ്റ് ആണ് ആയിരുന്നു. ഓൾറെഡി വീഡിയോ വെക്കുന്നതാണ് അതിൻ്റെ പ്രാക്ടീസ് കാര്യങ്ങളും. ഹലോ നമ്മളെവിടെ വന്നിരിക്കണേ? കുഞ്ഞ് എന്ത് പരിപാടിക്ക്? പള്ളിയിൽ എന്നിട്ടാ ഇടവകത്തിന്. അപ്പൊ ഞാൻ ആദ്യമായി അതന്നെ അവള് പള്ളിക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണുന്നില്ല guys. ഒരു പ്രത്യേക കാര്യമുണ്ട്. പള്ളിക്ക് വേണ്ടി ഡാൻസ് കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം? ആദ്യമായിട്ട് കൂട്ടുന്ന അപ്പോൾ അതാ നമ്മുടെ ഡേ 1 ആണ് കേട്ടോ. ഡേ 1 അല്ല, ഡേ 2 ആണ്. ഡേ 1-ലത്തെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഏകദേശം ഒരു ഇത്തിരിയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. മൊത്തം 6 പേരാണ് കളിച്ചത്. അതിൽ 2 ആളുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റ് പ്രോഗ്രാംസിൻ്റെ എന്താ പറയുക ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ പഠിക്കുന്നേ ഉള്ളൂ എല്ലാവരും. അപ്പോൾ അതിൻ്റേതായ പോരായ്മ എല്ലാവരുടെയിലും ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് സെക്കൻഡ് ഡേയിലായിട്ടുള്ളൂ. കാരണം നമുക്കൊരു മാസം കൂടെ അതിന് ശേഷം ഉണ്ടായിരുന്നു. ഏകദേശം ഡിസംബർ 28-നൊക്കെയാണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലാഗായി പോയത്. ലാഗ് മീൻസ് പ്രാക്ടീസ് കുറേശ്ശെയാണ് ഞങ്ങൾ സ്റ്റെപ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഓർഡർ ചെയ്തൊക്കെ വന്നത് കേട്ടോ. കാരണം ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഏകദേശം ആ ഫുൾ സോങ് സെറ്റാക്കി എടുത്തിരുന്നു. സോങ് എന്തായാലും ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി വീഡിയോ കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ പഠിക്കണതാണ് കേട്ടോ. കാരണം എനിക്ക് പ്രത്യേകിച്ച് കിട്ടുന്നില്ല. കാരണം കണ്ട അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി കളിക്കണേ. അപ്പോൾ അതാണ്. നമുക്ക് വീഡിയോ എന്തായാലും ബാക്കി കാണാം. കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കിട്ടണ്ടായപ്പോൾ നൈസായിട്ട് മാറിപ്പോയി. അങ്ങനെ ഫൈനലായിട്ട് കറണ്ടും പോയി. അപ്പോൾ ഞങ്ങളതവിടെ അവസാനിച്ചു. ആൻഡ് അടുത്തത് പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് സ്റ്റേജാണ് കേട്ടോ. ഞങ്ങളെ കുറ്റിക്കാട് പള്ളിയിലെ പാരിഷ് ഹാളിൻ്റെ സ്റ്റേജാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയാണ് പ്രാക്ടീസ് ചെയ്യാറ്. കാരണം സ്റ്റേജൊക്കെ ആയിട്ടൊന്നൊരു പരിചയം വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ കയറി കളിച്ചപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഉണ്ട്, 6 പേരുണ്ട്. അന്ന് കളിച്ചപ്പോൾ ഏകദേശം എല്ലാ സ്റ്റെപ്സും ഞങ്ങൾ എടുത്തിരുന്നു. ഇനി അതൊന്ന് ഓർഡർ ചെയ്യുക, ഒന്ന് കറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ അത്. ഇതിൻ്റെ തുടക്കം തന്നെ ഞാൻ തെറ്റിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇത് പിന്നത്തെ ഏകദേശം പ്രോഗ്രാമിൻ്റെ ദിവസത്തിന് ഏകദേശം അടുത്തൊക്കെ വന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോഴും ഒരാൾ മിസ്സിംഗ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. ചിലപ്പോൾ അറിയുന്ന ഒരാളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ പ്രോഗ്രാമിന് 2 ദിവസം 3 ദിവസമൊക്കെ മുന്നേ ഞങ്ങളെല്ലാവരും എത്തി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഡാൻസ് ഭയങ്കര സക്സസ്ഫുൾ. ഡാൻസ് എന്ന് മാത്രമല്ല കേട്ടോ, ഇത് എൻ്റെ പ്രോഗ്രാം സക്സസ്ഫുള്ളായി എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ പള്ളിയിൽ കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പള്ളിക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്കതെന്തായാലും എൻ്റെ 100% അതിന് എന്താ പറയുക പ്രോഗ്രാമിന് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെ എനിക്ക് നന്നായി പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതെന്തായാലും ഫൈനൽ റിസൾട്ട് എനിക്ക് നല്ല അടിപൊളിയാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ അപ്പോഴേക്കും ഈ ഏകദേശം ഈ ഒരു ദിവസമായപ്പോഴേക്കും ഞങ്ങളുടെ യേശുവിനെയൊക്കെ സെറ്റായിട്ടുണ്ട്. ആൾ പക്കാ ഏകദേശം ആളുടെ എന്താ പറയുക ആളുടെയെന്ന് പറയുന്നത് യേശുവിൻ്റെ കേട്ടോ. ആളുടെ ഫേസിനോട് ഭയങ്കര സിമിലറായിട്ടുള്ളൊരു ഫേസ് കട്ടാണ് അഖിലിന് ഉള്ളത്. അഖിൽ എന്നല്ലേ പേര്? അതെ, അഖിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോഴേക്കും എല്ലാവരും ഏകദേശം സെറ്റാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പോരായ്മകളുണ്ടാവും, കാരണം കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. പക്ഷെ എന്നാലും ഞങ്ങളുടെ പരിമിതികളൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം എന്തായാലും ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ, ബാക്കി കാണാം.
ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിഹേഴ്സലിൻ്റെ വീഡിയോ. ഇതാണ് നമ്മുടെ സ്റ്റേജായിരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് എല്ലാ സെറ്റപ്പിലും ലൈറ്റ്സും കാര്യങ്ങളും LED സ്ക്രീനും എല്ലാം വെച്ചിട്ട് നമ്മൾ ലാസ്റ്റായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാണ് ഇവിടെ. സ്റ്റേജൊക്കെ ഓക്കെ ആണോ, പാട്ട് ഓക്കെ ആണോ, നമ്മുടെ പ്രാക്ടീസ് ഓക്കെ ആണോ, എങ്ങനെയാണ് ഡാൻസൊക്കെ അടിപൊളിയാണോ എന്ന് എന്താ പറയുക അതിൻ്റെ ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, കാരണം സ്റ്റേജൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അതിൻ്റെ എന്താ പറയുക, ചേട്ടന്മാരൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി. നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് തിരിച്ചു പോരേണ്ടി വന്നു, ഒന്ന് നമ്മുടെ ഡാൻസ് ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും സാരമില്ല, നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ലേ. അത്രയും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഇത് ഭംഗിയാക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എൻ്റെ മാക്സിമം കൊടുത്ത് അത് ഭംഗിയാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതെന്തായാലും സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നോക്കട്ടെ, കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അത് അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ കുറച്ചേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ വീഡിയോ കാണിച്ചു തരാം. അതിനിടയ്ക്ക് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. December 28th നമ്മുടെ അത്രയും ദിവസത്തെ എന്താ പറയുക, പ്രാക്ടീസിനും കഠിനാധ്വാനത്തിനും ശേഷം നമ്മൾ ആ ദിവസത്തിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാം. കാരണം എന്താ പറയുക, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഒരു ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിലായിരുന്നു. അതിന് ശേഷം നമ്മൾ കോളേജിലൊക്കെ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴും. അതാണ് ഞാൻ ഓരോരോ മൊമെൻറ്റ്സും ഞാൻ വീഡിയോ ആക്കിയത് അതുകൊണ്ടാണ്, വീഡിയോ എടുത്തത് അതുകൊണ്ടാണ്. കാരണം പിന്നെയും കാണാനുള്ളൊരാഗ്രഹം കൊണ്ട്. കുറച്ച് ഇനി എപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഫേസ് മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഡ്രസ്സ് ചെയ്യണം, അതുപോലെ ഹെയറും കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി ഡാൻസിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ദർശനം